ഇപ്പോൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അതാണ്. ഏതാ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡോറിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. ഇതും ചിലപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ നമുക്ക് വാതിലുകളുടെ തരംതിരിക്കൽ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഡോറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിലൊന്നാമത് പറയണത് പറയണതാണ് ബാറ്റൻഡ് ആൻഡ് ലെഡ്ജഡ് ഡോറ്. രണ്ടാമത് പറയണതാണ് ബാറ്റൻഡ് ലെഡ്ജഡ് ആൻഡ് ബ്രേസ്ഡ് ഡോറ്. മൂന്നാമത് പറയുന്നത് ബാറ്റൻഡ് ലെഡ്ജഡ് ആൻഡ് ഫ്രെയിംഡ് ഡോറ്. അടുത്തത് നാലാമത് പറയുന്നത് ബാറ്റൻഡ് ലെഡ്ജഡ് ബ്രേസ്ഡ് ആൻഡ് ഫ്രെയിംഡ് ഡോറ്. അതിൽ എന്താണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്? ഘടകങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്ന രീതി എന്നാണ് പറയണത്. അതായത് ഈ ബാറ്റൻഡ് ലെഡ്ജഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, നമ്മൾ ഈ പലകയില്ലേ, നമ്മൾ പണ്ടൊക്കെയാണ് നമ്മൾ അത്തരം ഡോറുകൾ നമ്മൾ യൂസ് ചെയ്തിരുന്നത് അല്ലേ. ഇപ്പോൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്യുക കൂടുതലും ഈ വിറകുപുര അങ്ങനെയൊക്കെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇപ്പോൾ നമ്മളത് കൂടുതലായിട്ട് കൊടുക്കുക. ഈ പലക വെച്ചടിച്ചിട്ട് ഉള്ള ഡോറുകളില്ലേ, അതിൻ്റെ ചിത്രമാണ് ഇപ്പോൾ ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ബാറ്റൻഡ് ഡോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ പലക വെച്ചടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഹോറിസോണ്ടലായിട്ടിരിക്കണ കണ്ട, ഈ ഡോട്ടർ ലൈൻ കാണിച്ചിരിക്കണ കണ്ട, ഈ ഡോട്ടർ ലൈനിൽ ഇങ്ങനെ 3 പീസ് പട്ടിക പോലെ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചടിച്ച് ഉറപ്പിക്കുന്ന ഡോറുകൾ, ഇതിനാണ് ബാറ്റൻഡ് ഡോറെന്ന് പറയുന്നത്. അതായത് ഈ പലക വെച്ചടിച്ചിട്ടുള്ള ഡോറുകൾ അതിൻ്റെ തന്നെ ആ രീതി അനുസരിച്ചിട്ട്, അതായത് ഈ ബാറ്റൻസ് കൊടുക്കുന്ന രീതി ഉണ്ടല്ലോ. അപ്പം ഇതിൽ നോക്കിയാൽ ആ ഡോട്ടർ ലൈനിൽ കാണുന്ന ഭാഗം എന്ന് പറയണതാണ് ഈ പട്ടിക പോലെ നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ പലക നീളത്തിൽ വെർട്ടിക്കലായിട്ടുള്ള പലക വെച്ചിട്ട് നമ്മൾ അത് ആണി അടിച്ച് നമ്മൾ ഉറപ്പിച്ച് വെക്കുന്നത്. അപ്പോൾ അതിലും കുറച്ചും കൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഇത് ബാറ്റൻഡ് ലെഡ്ജഡ് ബ്രേസ്ഡ് കൊടുക്കണം. അതായത് ഈ 3 വെർട്ടിക്കൽ പീസുകളും ഉണ്ട്, അതോടൊപ്പം തന്നെ ക്രോസ് ചെയ്തിട്ട് ഒരെണ്ണം കൂടിയും കൊടുത്തിരിക്കുന്നു. അപ്പോൾ കുറച്ചും കൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസുകളാണ്. ഇപ്പോൾ ഇതിൽ കുറച്ച് സ്ക്രൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ഹിഞ്ചസ് പോലെ കൊടുത്തിട്ട് അതിനെ സ്ക്രൂസ് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം പട്ടിക വെച്ചിട്ട് 3 പീസായിട്ട് അടിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇതിൽ നോക്കിയാൽ ഇവിടെയും സ്ക്രൂസ് ഉണ്ട്, 3 പീസ് ഹൊറിസോണ്ടൽ ഇതും വെച്ചിട്ടുണ്ട്. അതായത് ടോപ്പിലും ഉണ്ട്, മിഡിലും ഉണ്ട്, ബോട്ടത്തിലും ഉണ്ട്. അത് കൂടാണ്ട് ലെഡ്ജറും വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്? ഈ ഹിഞ്ചസും പിടിപ്പിച്ചിട്ടുണ്ട്. 3ഉം കൂടി ഒരുമിച്ച് വരുന്ന ഡോറുകൾ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡോറുകൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 1 2 3 4 ടൈപ്പ് ഡോറുകളായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതാണ്. ആദ്യത്തെ 4 ടൈപ്പ് ഡോറുകളില്ലേ, അതായത് ബാറ്റൻഡ് ആൻഡ് ലെഡ്ജഡ് ഡോറ്, അതാണ് ഒന്നാമത്തെ ഡോർ എന്ന് പറയുന്നത്. ബാറ്റൻഡും ലെഡ്ജഡും. ബാറ്റൻ എന്ന് പറയുന്നത് ഈ വെർട്ടിക്കലായിട്ടിരിക്കുന്ന പലകേനെയാണ് നമ്മൾ ബാറ്റൻഡ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടലായിട്ട് കൊടുത്തിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ലെഡ്ജ് എന്ന് പറയുന്നത്. 3 പീസ് ഈ ഡോട്ടർ ലൈനിൽ കാണിച്ചിട്ടുള്ള 3 പീസുകളില്ലേ, ഇതാണ് ലെഡ്ജഡ്. അപ്പോൾ ബാറ്റൻഡും ലെഡ്ജഡും. രണ്ടാമത്തെ ഡോർ എന്താ പറയണമെന്ന് നോക്കിയേ, ബാറ്റൻഡ് ലെഡ്ജഡ് ആൻഡ് ബ്രേസ്ഡ് ഡോറ്. അതായത് ഈ ഡോറിനെയാണ് ബാറ്റൻഡ് ലെഡ്ജഡ്, അതായത് ബാറ്റനും ഉണ്ട് ലെഡ്ജറും ഉണ്ട്, പിന്നെ എന്താണ് ബ്രേസ്ഡ്, അതായത് ഇങ്ങനെ ഈ ചെരിച്ച് കൊടുത്തിട്ടില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3ഉം കൂടി വരുന്ന ഡോറിനെയാണ് ബാറ്റൻഡ് ലെഡ്ജഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ എന്ന് പറയുന്നത്. പിന്നെ എന്ത് ഡോറാണ് വരുന്നത് നമുക്കതിൽ? ബാറ്റൻഡ് ലെഡ്ജഡ് ആൻഡ് ബ്രേസ്ഡ് കഴിഞ്ഞ് പിന്നെ വരുന്നത് ബാറ്റൻഡ് ലെഡ്ജഡ് ആൻഡ് ഫ്രെയിംഡ് എന്നാണ് പറയണത്. മൂന്നാമത്തെ ഡോർ ഏതായിരുന്നു? ബാറ്റൻഡ് ലെഡ്ജഡ് ആൻഡ് ഫ്രെയിംഡ് ഡോറ്. അപ്പോൾ അതിൽ നോക്കിയേ, അതായത് 3 ഈ ഹോറിസോണ്ടലായിട്ടുള്ള ഈ ഡോട്ടർ ലൈനിൽ കാണിച്ചിട്ടുള്ള 3 പീസുകളും ഉണ്ട്. കൂടെ നമ്മൾ ലെഡ്ജർ കൊടുത്തിട്ടില്ല, അതിന് പകരം എന്താ ചെയ്തിരിക്കണേ, ഒരു ഹിഞ്ചസ് പോലെ പിടിപ്പിച്ചിട്ട് അതിനെ സ്ക്രൂ ചെയ്ത് ഈ ലെഡ്ജറിൻ്റെ മുകളിലേക്ക് നമ്മൾ അതിനെ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കണം, താഴത്തും മുകളിലായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബാറ്റൻഡ് ലെഡ്ജഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർ എന്ന് പറയുന്നത്. ഇനി അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത 4ാമത്തെ ഡോർ എന്താണ്? 4ാമത്തെ ഡോർ എന്ന് പറയുന്നത് ബാറ്റൻഡ് ലെഡ്ജഡ് ബ്രേസ്ഡ് ആൻഡ് ഫ്രെയിംഡ്. ഇതെല്ലാം ഉണ്ട്. ബാറ്റൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ലെഡ്ജ് ഉണ്ട്, ബ്രേസ് ഉണ്ട്, പിന്നെ ഫ്രെയിമും ഉണ്ട്. ഇതെല്ലാം 4ഉം കൂടി ചേർന്നാണ് ഏറ്റവും അവസാനത്തെ ഡോർ എന്ന് പറയുന്നത്. കണ്ടില്ലേ,
ബാറ്റൻ ഉണ്ട്, ലെഡ്ജ് ഉണ്ട്, ബ്രേസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൽ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ എവിടെയാ ഇത് എങ്ങനെയാണോ ഫിക്സ് ചെയ്തിരിക്കുന്നത്, അതായത് ഇതിലെ ഈ മെമ്പേഴ്സ്, അപ്പോൾ ഇതിലെ മെമ്പർ എന്നൊക്കെ പറഞ്ഞാൽ ഇതിലെ പാർട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഏതപ്പോൾ പറഞ്ഞാൽ നമ്മൾ ബാറ്റൻ, ലെഡ്ജ്, ബ്രേസ്, അതായത് ഈ ചെരിഞ്ഞിരിക്കണതിനെയാണ് ബ്രേസ് എന്ന് പറയുന്നത്. ഈ നീളനെ വെർട്ടിക്കലായിട്ട് നീളനെ കൊടുത്തിട്ടുള്ള പലകേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാറ്റൻ എന്ന് പറയുന്നത്. ഇനി ലെഡ്ജ് എന്ന് പറയുന്നത് ഈ ഡോട്ടർ ലൈനിൽ ഇത് എന്തുകൊണ്ടാണ് ഡോട്ടർ ലൈനിൽ കാണിച്ചിരിക്കണതെന്ന് അറിയോ? ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഡോട്ടർ ലൈനിൽ കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത ഭാഗം വരയ്ക്കുമ്പോഴാണ് നമ്മൾ ഡോട്ടർ ലൈനിൽ വരയ്ക്കുക. ഇപ്പം നമ്മൾ ഈ ഡോറിനെ നമുക്ക് ഇതിൻ്റെ ഈ ഡോട്ടർ ലൈനിൽ കാണിച്ച് ഇത് ഡോറിൻ്റെ അപ്പുറത്തെ സൈഡിലാണെന്നാണ് അത് മീൻ ചെയ്യണത്. ഈ ഡോറിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. ഇപ്പോൾ ഈ ലെഡ്ജറും ഒക്കെ ഡോട്ടർ ലൈനിലാണ് കാണിച്ചിട്ടുള്ളത്. ലെഡ്ജറും അതുപോലെ തന്നെ ഈ ബ്രേസും, ഈ ചെരിഞ്ഞിരിക്കണ ചെരിഞ്ഞിരിക്കണതിനെ നമ്മൾ എന്താ പറയുക, ബ്രേസ് എന്നാണ് പറയുക. ഈ ഹൊറിസോണ്ടലായിട്ടിരിക്കണതിനെ ആ ഡോട്ടർ ലൈൻ കാണിച്ചിട്ടുള്ളതിനെ നമ്മൾ എന്ത് പറയും, ലെഡ്ജ് എന്ന് പറയും. അപ്പോൾ ഈ ലെഡ്ജും ബ്രേസൊക്കെ ഡോട്ടർ ലൈനിൽ കാണിച്ചിരിക്കണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഡോറിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഇരിക്കണത്. നമുക്ക് ഇപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല, എന്നാൽ ഡോറിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഇത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്, ഡോട്ടർ ലൈനിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രേസിനെയും ലെഡ്ജറിനെയും നമ്മൾ ഡോട്ടർ ലൈനിൽ കാണിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞേ, ഇത് കാണാൻ പറ്റാതെ, അതായത് നമുക്ക് ഇപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല, എന്നാൽ ഉള്ളിൽ അങ്ങനെ ഒരു ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ ഉള്ളിൽ അങ്ങനെ ഒരു പാർട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ പാർട്ട് ഇരിക്കുന്നുണ്ടെന്നുള്ളത് ഇങ്ങനെ ഡോട്ടർ ലൈനാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, അത് ഇപ്പുറത്തല്ല ഇരിക്കണേ, ഡോറിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഇരിക്കണേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഇതിൻ്റെ ഈ ഘടകത്തിനനുസരിച്ചിട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളിത് എങ്ങനെ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതായത് ലെഡ്ജഡ് ഡോറ് എന്ന് പറഞ്ഞത് അതായത് ഘടകങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്ന രീതിക്കനുസരിച്ചെന്ന്. ഈ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇതിലെ പാർട്ടുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലെഡ്ജറും ബ്രേസും അതുപോലെ തന്നെ നമ്മുടെ ബാറ്റനും ഈ പിന്നെ ഏതായിരുന്നു, ഫ്രെയിമും. ഇത് 4 ഭാഗങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ട് അല്ലേ. ഇപ്പോൾ ഈ ഡോറ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുണ്ടല്ലോ. ഈ വെർട്ടിക്കലായിട്ടിരിക്കുന്നത് ബാറ്റൺ, ഹൊറിസോണ്ടലായിട്ട് ഡോട്ടർ ലൈനിൽ കാണിച്ചിട്ടുള്ളതാണ് ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്, എങ്ങനെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഡോറിൻ്റെ പേരുകൾ നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ്, ബാറ്റൻഡ് ആൻഡ് ലെഡ്ജഡ് ഡോറ്, അതായത് ബാറ്റനും ഉണ്ട് ലെഡ്ജും ഉണ്ട്. മറ്റേതിലെന്താണ്, ബാറ്റൻഡ് ലെഡ്ജഡ് ആൻഡ് ബ്രേസ്ഡ് ഡോറ്, ആ ചെരിഞ്ഞു കൊടുത്തിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, പാർട്ടിനെയാണ് നമ്മൾ ബ്രേസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബാറ്റനും ഉണ്ട് ലെഡ്ജും ഉണ്ട് ബ്രേസും ഉണ്ട്. മൂന്നാമത് എന്താണ് പറയുന്നത്, ബാറ്റൻ, ലെഡ്ജ് ആൻഡ് ഫ്രെയിമാണ് വരുന്നത്. ആ സ്ക്രൂ ചെയ്ത് ഹിഞ്ചസ് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം. പിന്നത്തെ എന്താ പറയുന്നത്, ബാറ്റൻഡ്, ലെഡ്ജഡ്, ബ്രേസ്ഡ് ആൻഡ് ഫ്രെയിംഡ്, അതായത് ഈ 4 കൂടി ഒരുമിച്ച് വെച്ചിട്ടുള്ള ഡോറാണ് 4ാമത്തെ ഡോർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താ പറയുക, നിർമ്മാണ രീതിക്ക് അനുസരിച്ചിട്ട്. അപ്പോൾ ആദ്യത്തേതിൽ പറഞ്ഞത് എന്താണ്, നമ്മൾ എങ്ങനെയാണോ അതിലെ പാർട്ടുകൾ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. രണ്ടാമത് എന്താ പറയുന്നത്, നിർമ്മാണ രീതിക്ക് അനുസരിച്ചിട്ട്, എങ്ങനെയാണിത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, മെയ്ഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട്. എന്തൊക്കെയാണ്, ഫ്രെയിംഡ് അല്ലെങ്കിൽ പാനൽഡ് ഡോറ്, ഫ്രെയിംഡ് ആൻഡ് ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോറ്. രണ്ടാമത്തത് ഗ്ലേസ്ഡ് ഓർ സാഷ്ഡ് ഡോറ്. അടുത്തത് ഫ്ലാഷ് ഡോറ്, ലോവേഡ് ഡോറ്, വയർ ഗേജ്ഡ് ഡോറ്. ഇങ്ങനെ ഇതിൻ്റെ നിർമ്മാണത്തിനനുസരിച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ്. എന്തൊക്കെയാണ് ആ നിർമ്മാണത്തിനനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോർ എന്ന് പറയുന്നത്. അപ്പോൾ പാനല് നമ്മൾ മറ്റേ ഡോറിൻ്റെ പാർട്സ് പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, പാനൽ നമ്മൾ കൊടുക്കുന്നത് ടോപ്പ് റെയിൽ, ബോട്ടം റെയിൽ, ഇത് പാനൽ. ഈ പാനലിൻ്റെ സൈസ് എന്ന് പറയുന്നത്, ഇത് ഈ പേജ് മാത്രമാണോ കാണിക്കുന്നില്ല, വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാണിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? അതായത് നമ്മൾ ഇട്ടിട്ടുള്ള നോട്ട് മാത്രമേ കാണുന്നുള്ളൂ, ഒരു പേജ് മാത്രമോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെയോ, മൂവ് ചെയ്യുന്നുണ്ട്, അത് കാണുന്നില്ല? കാണുന്നില്ല.
ഇല്ല അല്ലേ? ഒരു മിനിറ്റ്. ആ. ഇപ്പോൾ മൂവ് ആവുന്നത് കാണുന്നുണ്ടോ? റൈറ്റ്, ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പോൾ കാണുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ ഓക്കെ. ആ, അപ്പോൾ ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോറ്, അതിൽ ബോട്ടം റെയിൽ ഫ്രെയിംഡ് നമ്മൾ പറഞ്ഞതാണ്. ടോപ്പ് റെയിൽ വരുന്ന ഭാഗങ്ങളൊക്കെ, അതായത് പാനൽ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഡോറിനെയാണ് നമ്മൾ ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോറെന്ന് നമ്മൾ പറയുന്നത്. അത് ഏത് രീതിയിൽ വേണമെങ്കിൽ കൊടുക്കുക. ഈ പാനലിൻ്റെ ഡിസൈനൊക്കെ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് പോലെ ഇരിക്കും. അതിപ്പോൾ ഇങ്ങനെ കറക്റ്റ് 3 എണ്ണം, അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പാർട്സുകൾ പഠിച്ച ഡോറിൽ 3 എണ്ണം കൊടുത്തിട്ടില്ല. അതങ്ങനെ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമുക്കതിൻ്റെ ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പല രീതിയിൽ നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പല മോഡലുകളാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് ഒരു പാനലായിട്ട് കൊടുക്കുന്നതുണ്ട്, 2 പാനലായിട്ട് കൊടുക്കുന്നതുണ്ട്, 3 പാനലായിട്ട്, 4 പാനലായിട്ട്, 5, 6 എത്ര പാനലുകളായിട്ട് കൊടുക്കുന്ന ആ ഒരു ടൈപ്പാണ് ഇപ്പോൾ അതിൽ. അങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് അത് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫുൾ ഫ്രെയിം രൂപമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, പാനൽഡ് ആൻഡ്. ഇത് വളരെ സാധാരണ പാനൽഡ് ഡോറാണ് പരീക്ഷയ്ക്ക്, അതായത് പ്രാക്ടിക്കൽ എക്സാമിന് ട്രേഡ് ഡ്രോയിങ്ങിന് ചോദിക്കുന്ന ഒരു ഡ്രോയിങ് ആണ് ഡോർ എന്ന് പറയുന്നത്. ഡോറ്, വിൻഡോ, ആർച്ച് ഇതൊക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ ഡോറ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഇതിൽ വരയ്ക്കുന്ന ആ ഒരു രീതിയൊക്കെ നോക്കി വരച്ച് പഠിക്കണം. ഈ ഡോറ് വരയ്ക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു ഡോറ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഈ പാനലിൻ്റെ ഡോറ് കാണിച്ചിട്ടുണ്ട് ഇവിടെ. അതിൽ ടോപ്പ് റെയിൽ, പാനൽ, ഫ്രീസ് റെയിൽ, ഫ്രെയിം, ലോക്ക് റെയിൽ, ബോട്ടം റെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് വേറൊരു പിക്ചർ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. വെർട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പിക്ചർ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. വെർട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഡോറിനെ വെർട്ടിക്കലായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കാണുന്ന വ്യൂ, ആ വ്യൂ ആണ് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡോറ് വരയ്ക്കുന്ന സമയത്ത് സെക്ഷൻ വ്യൂ കൂടെ നമ്മൾ വരയ്ക്കണം. അല്ലാതെ വെറുതെ ഈ ഡോർ ഇങ്ങനെ വരച്ച് വെച്ചാൽ മാത്രം പോരാ, എന്തുകൂടെ വരയ്ക്കണം? ഈ സെക്ഷൻ വ്യൂ കൂടെ നമ്മൾ വരയ്ക്കണം. ആ സെക്ഷൻ വ്യൂ വരയ്ക്കുന്നത് എന്തിൻ്റെയൊക്കെ ഭാഗങ്ങളാണെന്നുള്ളതാണ് ആ സെക്ഷൻ വ്യൂവിൽ അത് കാണിച്ചിട്ടുണ്ട്. ശരിക്കും സെക്ഷൻ വ്യൂ വരച്ചിരിക്കുന്നത് ഡോറിൻ്റെ മാത്രമല്ല, അത് ചുമരും കൂടി ചേർത്തിട്ടാണ്. അതാണ് ഇത്ര വീതി വന്നിട്ടുള്ളത് കേട്ടോ. ഡോറിൻ്റെ മാത്രമല്ല ഇതിൽ കാണിച്ചിട്ടുള്ളത്, അത് ആ ചുമരിൻ്റെ ഫുൾ സൈസിൽ അതിൻ്റെ അകത്ത് ഡോർ ഇരിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ കട്ടളയും അതിൻ്റെ ഡോറിൻ്റെ ഷട്ടറിൻ്റെ തിക്നെസ്, ഫ്രെയിമിൻ്റെ തിക്നെസ്, ഇതൊക്കെ കൂടിയിട്ട് പാനലിൻ്റെ തിക്നെസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്, ഇതിൻ്റെ സെക്ഷൻ വ്യൂവിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഡോറ് പ്രകാരം, അതായത് ഇതൊരു പാനലിൻ്റെ ഡോറാണ്. 3, 2, 4, 6 പാനലാണ് നമ്മൾ 2 ഷട്ടറിലും കൂടി നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രെയിമിൽ, അതായത് ഈ ഡോറിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ സെക്ഷൻ വ്യൂ വരച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ മുകളിൽ അവർ കാണിച്ചിട്ടുള്ളത് ലിൻഡലിൻ്റെ ഭാഗമാണ്. അത് ഡോറിൻ്റെ മുകളിൽ ലിൻഡലാണ് വരുന്നത്. അതാണ് ഒരു കമ്പി പോലെ അങ്ങനെ കാണിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടിയിലേക്ക് ആ ഡോറിൻ്റെ മുകളിൽ വരുന്ന ഹൊറിസോണ്ടൽ സ്പേസ്, അതായത് പാനൽ കൊടുക്കണേക്കാൾ മുമ്പുള്ള സ്പേസ് കാണിച്ചിട്ടുണ്ട്. ആ വുഡൻ്റെ സിമ്പിൾ ഇട്ടിട്ട് ടോപ്പ് റെയിൽ കാണിച്ചിട്ടുണ്ട്. ഏരോ മാർക്ക് 2 ഭാഗവും ഒരേപോലെ ഏരോ മാർക്ക് ഇട്ടിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ ഈ സ്പേസ് കാണുന്നില്ലേ ടോപ്പ് റെയിലിൻ്റെ ഇപ്പുറത്ത്, അതായത് പാനലിൻ്റെ മുകളിൽ, ആ സ്പേസാണ് ഇപ്പുറത്ത് നമ്മുടെ സെക്ഷൻ വ്യൂവിൽ അവർ എന്താ പറയുക, കട്ടിങ് വ്യൂ ആണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ സിമ്പലാണത്, വുഡിൻ്റെ സിമ്പലാണ് ആ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പാനൽ കാണിച്ചിട്ടുണ്ട്. ആ പാനലിൻ്റെ തിക്നെസ് ആണ് ഇതിൽ കണ്ടോ, ആ 2 ലൈനായിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്, അത് ആ പാനലിൻ്റെ തിക്നെസ് ആണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ ഇതിലൊരു ചെറിയൊരു പീസ് പോലെ കാണിക്കുന്നുണ്ട്, ടോപ്പ് റെയിൽ കാണിക്കുന്നുണ്ട്. ഈ ടോപ്പ് റെയിലിൻ്റെ സ്പേസ് ആണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തത് ഫ്രീസ് റെയിൽ, ആ
ഇതിലിവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഇവിടെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കാണുമ്പോൾ ഇവിടെ കാണാൻ പറ്റും. അതങ്ങനെ തന്നെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. കാരണം അവിടെ പാനലില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ ഈ കള്ളിക്ക് തിക്നെസ് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ ഫ്രെയിമാണ് ഈ പുറത്തത്തെ ഔട്ടർ, അതായത് ഏറ്റവും ഔട്ടർ ലൈൻ എന്ന് പറയുന്നത് ചുമരിൻ്റെ ലൈനാണ്. അതിൻ്റെ ഉള്ളിലത്തെ ലൈനാണ്, ഉള്ളിൽ വരുന്ന ലൈനാണ് അതിൻ്റെ ഫ്രെയിമിൻ്റെ ലൈനായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഡോറിൻ്റെ തിക്നെസ് ആയിട്ട് കാണിക്കുന്നത്. പിന്നെ അതിന് നടുക്കിൽ ഈ കാണിക്കുന്ന ഈ ചെറിയ ചെറിയ കള്ളികൾ എന്ന് പറയുന്നത് ഇതിന് ഈ സ്പേസുകളാണ്. അതായത് പാനലിൻ്റെ ഇടയിൽ വരുന്ന ഈ സ്പേസുകൾ കട്ടിങ് ഇല്ലാത്തത് കൊണ്ടാണ് അത് ഫുൾ സൈസിൽ അതിൻ്റെ ഫുൾ ലെങ്ത്ത് വീതിയിൽ നമുക്കത് കാണാനായിട്ട് പറ്റണത്. ബോട്ടം റെയിൽ, ലോക്ക് റെയിൽ, ഫ്രീസ് റെയിൽ, ടോപ്പ് റെയിൽ, ഇത് മൂന്നും നമുക്ക് ഫുള്ളായിട്ട് ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഡോറിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതാണ് ആ ഡോറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഇതെത്രയാണോ അതാണ് ആ ഡോറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്, കനം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ പാനൽ കാണിച്ചിട്ടുണ്ട്. ആ പാനലാണ് ഇങ്ങനെ 2 ലൈൻ ഇട്ടിട്ട് അവർ പാനലിനെ അങ്ങനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യണത്. ഈ പാനലിനെ മെൻഷൻ ചെയ്യുന്നതാണ് ഈ 2 ലൈനുകൾ കൊടുത്തിട്ട്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ സെക്ഷൻ വ്യൂവും കൂടി നമ്മൾ വരയ്ക്കണം. അതായത് കട്ട് ചെയ്തിട്ട് കാണുമ്പോൾ എന്തൊക്കെ കാണുന്നു എന്നുള്ള വ്യൂവും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ വരച്ച് ചേർക്കണം. എന്നാലാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പം ഡ്രോയിങ്ങിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാനിത് ഓരോ ചാപ്റ്റർ എടുത്ത് പോകുമ്പോൾ നിങ്ങളോട് പറയുന്നുണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അതായത് ഫസ്റ്റത്തെ വന്ന ബോണ്ട്, രണ്ടാമത് നമ്മൾ എടുത്ത ആർച്ച്, പിന്നെ വന്നത് എന്തായിരുന്നു, ആർച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നത് ഡോറ് അല്ലേ. അപ്പോൾ ഇത്രയും ഡ്രോയിങ്ങുകൾ നമുക്ക് എന്ത് വേണം, ഇത്രയും ഡ്രോയിങ്ങുകൾ വരച്ച് പഠിക്കേണ്ട ഡ്രോയിങ്ങുകളാണ് കേട്ടോ. കാരണം എക്സാമിന് മസ്റ്റായിട്ട് ചോദിക്കുന്ന ഉറപ്പുള്ള ക്വസ്റ്റ്യൻസാണ് ബോണ്ട്, ആർച്ച്, ഡോറ്, വിൻഡോ. അതിലൊരു ഡൗട്ടും വേണ്ട. അത് വരച്ച് പഠിക്കുക തന്നെ വേണം. അതിനു വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക തന്നെ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് പാനൽഡ് ഡോറ്. അപ്പോൾ പാനൽഡ് ഡോർ എന്ന് പറഞ്ഞ് നമ്മൾ പാനൽ കൊടുത്തിട്ട് അത് കുത്തനെയോ വിലങ്ങനെയോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. പാനൽ കൊടുത്തിട്ട് ചെയ്യുന്ന ഡോറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാനൽഡ് ഡോർ എന്ന് നമ്മൾ പറയുന്നത്. അടുത്താണ് ഗ്ലേസ്ഡ് ഡോറ്. ഗ്ലേസ്ഡ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ പാനൽഡ് ഡോർ എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് എന്തായിരിക്കും, വുഡ് കൊണ്ടാണ് പണിയണത് അല്ലേ. പാനൽഡ് ഡോറ് കംപ്ലീറ്റ് വുഡ് കൊണ്ടാണ്. എന്നാൽ ഗ്ലേസ്ഡ് ഡോർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അകത്ത് വേണ്ടത്ര വെളിച്ചം ലഭിക്കാനും പുറമേ നിന്ന് മുറിയുടെ ഉൾഭാഗം കാണുവാനൊക്കെ ആയിട്ട് നമ്മൾ എവിടെ ഗ്ലേസ്ഡ് വിൻഡോസ് നമ്മൾ കൊടുക്കും. ഗ്ലേസ്ഡ് വിൻഡോ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് വെച്ചിട്ട് കൊടുക്കുന്ന വിൻഡോ അല്ല, ഡോറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലേസ്ഡ് ഡോർ എന്ന് പറയുന്നത്. അതായത് അത് വിൻഡോയും ഉണ്ട്, സെയിം തന്നെ നമുക്ക് വിൻഡോയും വരുന്നുണ്ട്. അപ്പോൾ ഗ്ലേസ്ഡ് ഡോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലേസ്ഡ് അല്ലെങ്കിൽ സാഷ് ഡോർ എന്നാണ് നമ്മളതിനെ പറയുന്നത്. അതെന്താണ്, ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളതിനെ ഗ്ലേസ്ഡ് ഡോർ എന്ന് നമ്മൾ പറയുന്നത്. ഗ്ലാസ് ആണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഗ്ലേസ്ഡ്. അതിൻ്റെ പല ഡിസൈനുകളാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് ഗ്ലാസ്സുകൾ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത് രീതിയിൽ ഫുള്ളായിട്ട് കൊടുക്കാം അല്ലേ, വിൻഡോയ്ക്ക് കൊടുക്കണ പോലെ. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ നോക്കിയാൽ മുകളിൽ ഗ്ലാസ്സാണ്, അടിയിൽ പാനലാണ്, ടിമ്പറിൻ്റെ പാനലാണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ കൊടുത്തിരിക്കുന്നത് അടിയിൽ ടിമ്പറിൻ്റെ പാനലാണ്, മുകളിൽ ഗ്ലാസ്സാണ്. ആ ഇങ്ങനെ ലൈൻ ഇട്ടിട്ട് കാണിച്ചിട്ടില്ലേ, അത് ഗ്ലാസ്സാണ്. ഇതിവിടെ നോക്കി ഈ ഡോറിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കണേ, മുകളിൽ മാത്രം ഗ്ലാസ്, ബാക്കിയുള്ളിടത്ത് ടിമ്പറിൻ്റെ പാനലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കതിനെ ഗ്ലേസ്ഡ് ഡോർ, ഗ്ലാസ് ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുത്തിട്ട് ഗ്ലാസ് കൊടുത്ത് ചെയ്യുന്ന ഡോറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലേസ്ഡ് ഡോർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എത്ര ഡോറ് പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ നിർമ്മാണത്തിനനുസരിച്ചിട്ട് ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഏതൊക്കെയാണ്, പാനൽഡ് ഡോറ്, പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, ഗ്ലേസ്ഡ് ഡോറ് അല്ലേ രണ്ടാമത്തെ. അടുത്തതാണ്
അപ്പോൾ ഇതിൻ്റെ ഗ്ലേസ്ഡ് ഡോറിൻ്റെ ലീഫിൻ്റെ ഡീറ്റെയിൽസുകൾ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അത് വരുന്നത്, അതിൻ്റെ സെക്ഷൻ കണ്ട എല്ലാത്തിനും നമ്മൾ എന്ത് വരയ്ക്കുന്നുണ്ട്, സെക്ഷൻ വ്യൂസ് വരയ്ക്കുന്നുണ്ട്. അത് ഓരോ രീതിക്ക് അനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഡോറുകളില്ലേ, അതായത് മുകളിൽ ഗ്ലാസ്, അടിയിൽ പാനൽ, അങ്ങനെ വരുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അതിൽ വരയ്ക്കുന്ന സെക്ഷൻ വ്യൂസിൽ മാറ്റങ്ങൾ വരും. ഇപ്പോൾ ഇതിൽ വരച്ചിരിക്കണ കണ്ട, അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് പാനൽ, ടോപ്പിൽ ഗ്ലാസ് പാനലാണ് വരുന്നത്, അടിയിൽ വരുമ്പോൾ അത് ടിമ്പർ പാനലാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ സെക്ഷൻ വ്യൂസിൽ വ്യത്യാസം വരും. ഇതൊക്കെ ഈ വ്യൂസ് നമുക്കത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കിതിങ്ങനെ കാണുമ്പോൾ ഓക്കെ കുഴപ്പമില്ല, നമുക്കിത് മനസ്സിലാവും എന്ന് തോന്നും. പക്ഷെ അത് വരച്ച് വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻസും അതിൻ്റെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നിങ്ങളത് എന്താ ചെയ്യണ്ടേ, വരച്ച് പഠിച്ചാലാണ് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ വ്യൂസ് വരച്ച് പഠിക്കണം. അതിപ്പോൾ ആദ്യം ഡോറ് വരയ്ക്കണം എന്നല്ല, തുടക്കത്തിലേ തൊട്ടുള്ള ബോണ്ടുകൾ തൊട്ടുള്ള ഡ്രോയിങ്ങുകൾ നിങ്ങൾ വരച്ച് പഠിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതങ്ങനെയാണെന്നുള്ള അതിങ്ങനെ തോന്നും. പക്ഷേ അത് വരച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഡയമെൻഷൻ എത്ര വേണം. ഇതിന് ഡയമെൻഷൻസ് ഉണ്ട്, കറക്റ്റായിട്ടുള്ള ഡയമെൻഷൻസ് ഉണ്ട്. ഇപ്പോൾ 20 സെൻറ്റിമീറ്റർ വാൾ തിക്നെസ് ആണെങ്കിൽ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ വരും, അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ ഉണ്ട്, 40 സെൻറ്റിമീറ്റർ, എത്ര വേണമെങ്കിൽ ആ വാൾ തിക്നെസ് അതിനനുസരിച്ചിട്ട് വരും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന പാനൽസിന് ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീസ് റെയിൽ, ടോപ്പ് റെയിൽ, ബോട്ടം റെയിൽ, അതുപോലെ മിഡിൽ റെയിൽ, ഏത് റെയിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനൊക്കെ നമുക്ക് എന്തുണ്ട്, കറക്റ്റ് സൈസ് ഉണ്ട്, മെഷർമെൻറ്റ്സുകളുണ്ട്. അതൊക്കെ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്, ഡോറുകൾ നമ്മൾ വരയ്ക്കേണ്ടത്. നമുക്ക് ഹൈറ്റ് തരും, വീതി തരും, പാനലിൻ്റെ സൈസ് ചിലപ്പോൾ ഇത്ര പാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അപ്പോൾ ആ പാനലിൻ്റെ സൈസ് തരും. പിന്നെ ടോപ്പ് റെയിലൊക്കെ എത്ര സ്പേസ് വരുന്നു, അതിനനുസരിച്ച് സ്റ്റൈലിൻ്റെ സൈസ് എത്രയാണ്, അതുപോലെ പോസ്റ്റിൻ്റെ സൈസ് എത്രയാണ്, റിബേറ്റിൻ്റെ സൈസ് എത്രയാണ്, ഇതൊക്കെ നമുക്ക് തരും. അത് വെച്ചിട്ട് വേണം നമ്മൾ ഡോറ് വരയ്ക്കാൻ. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ തന്നാൽ വരയ്ക്കാമെന്ന് തോന്നും. പക്ഷേ അത് ഡീറ്റെയിൽസ് നോക്കി അത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളത് വരച്ചാലാണ് നമുക്കത് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഇവിടെ വന്നിരുന്ന് വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും എങ്ങനെയാണ് അത് വരയ്ക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് മാക്സിമം നിങ്ങളിത് ഇവിടെ വന്നിട്ട് ഡ്രോയിങ് ക്ലാസ് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് വരുന്നത്, പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ പല ടൈപ്പ് ഡോറുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഹോളോ കാർ അഥവാ ഫ്രെയിംഡ് ഫ്ലാഷ് ഡോർ, അതായത് ഇപ്പോൾ ഈ ഡോറുകൾ കണ്ടില്ലേ, അപ്പോൾ അതെങ്ങനെയാണോ അത് കൊടുക്കുന്നത്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, നിർമ്മാണത്തിനനുസരിച്ചിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളെങ്ങനെയാണോ ആ ഡോറ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മളതിൻ്റെ കൺസ്ട്രക്ഷനിൽ ഇത് സോളിഡ് ഡോറ്, ലാമിനേറ്റഡ് ഫ്ലഷ് ഡോർ എന്നാണ് പറയുക. ഇങ്ങനെ ഇത്തരത്തിൽ വരുന്ന ഡോറുകളെ നമ്മൾ സോളിഡ് അഥവാ ലാമിനേറ്റഡ് ഫ്ലഷ് ഡോർ എന്ന് പറയും. പിന്നെ ലോവേഡ് ഡോറുകളുണ്ട്. പിന്നെ വയർ ഗേജ് ഡോറുകൾ, വയർ ഗേജ് ആയിട്ട് കൊടുക്കുന്ന ഡോറുകളുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഗ്രില്ല്, ഇത്തരത്തിൽ ഇങ്ങനെ വരുന്നത് സ്ലൈഡിങ് ഡോറുകളുണ്ട്. സ്ലൈഡിങ് ഡോറുകളും വിൻഡോകളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് കൊളാപ്സിബിൾ ഡോറ്. കൊളാപ്സിബിൾ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഡോറിനെയാണ് നമ്മൾ കൊളാപ്സിബിൾ ഡോർ എന്ന് പറയുന്നത്. കൊളാപ്സ് നമ്മൾ മറ്റേ ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുന്ന ഡോറുകളില്ലേ, അങ്ങനത്തെ ഡോറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊളാപ്സിബിൾ ഡോർ എന്ന് പറയുന്നത്. പിന്നെ റോളിംഗ് ഷട്ടർ, അങ്ങനത്തെ സംഭവം, ഡോറിൻ്റെ ഓപ്പണിങ് തന്നെ, പക്ഷെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് റോളിംഗ് ഷട്ടറുകൾ ഉപയോഗിച്ചിട്ടുള്ള ഡോറുകൾ. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ എങ്ങനെയാണോ നമ്മൾ ആ ഡോറ് നിർമ്മിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡോറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.